ശ്രീ എ സി മൊയ്തീൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. സർ, KSRTCയെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള മന്ത്രിയെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. KSRTCക്ക് സാമ്പത്തികമായി ലാഭമുണ്ടാക്കാൻ കഴിയുന്ന പുതിയ ടിക്കറ്റ് ഇതര വരുമാന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്? കോഴിക്കോട് ബസ് ടെർമിനൽ കൊടുക്കാനുള്ള വല്ല നടപടികളും ആയിട്ടുണ്ടോ എന്നും കൂടെ പറഞ്ഞാൽ നന്നായി. യെസ് മിനിസ്റ്റർ. അദ്ദേഹം വാടക കൊടുത്തിരുന്ന കെട്ടിടങ്ങളാണ്. ഏതാണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ 2023 151 കടകളാണ് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഒഴിഞ്ഞു കിടന്നത്. ഇതിൽ പലതിനും മുനിസിപ്പാലിറ്റി നമ്പർ ഇട്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ കടകൾ ഒഴിഞ്ഞു കിടക്കുന്നത് പത്തനംതിട്ടയിലാണ്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നമുക്ക് നമ്പർ ഇട്ട് കിട്ടുന്നില്ല. അവിടെ ഒരു STP വയ്ക്കണം എന്ന് പറഞ്ഞു. അത് വയ്ക്കാത്തത് കൊണ്ട് അതെടുത്ത് കോൺട്രാക്ടർ മരിച്ചുപോയി, അങ്ങനെ പ്രശ്നമായി കിടക്കുകയാണ്. അതിപ്പോൾ വീണ്ടും ഞങ്ങൾ തന്നെ KSRTC തന്നെ STP വെച്ചുകൊണ്ട് ഈ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഒരു 50 കടയെങ്കിലും പത്തനംതിട്ടയിൽ കൊടുക്കാൻ കഴിയും. ഏതാണ്ട് 151 കടകൾ കൊടുക്കാനുണ്ടായിരുന്നു. സ്ഥിരമായി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നതെല്ലാം. അതിൽ നടപടിയുള്ള 101 കടമുറികൾ, 101 കടമുറികളും 151 കടകൾ ഒഴിഞ്ഞു കിടന്നതിൽ സ്ഥിരമായി ഒഴിഞ്ഞു കിടന്നതാണ്. പണിതിട്ട് വർഷങ്ങളായി. കാസർഗോഡൊക്കെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതിൽ 101 കടകൾ ടെൻഡർ ചെയ്ത് കൊടുത്തുകൊണ്ട് വലിയ വരുമാന വർധനവ്. ഇനി 56 സ്ഥലങ്ങളിലേക്ക് നമ്മൾ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. സ്ക്വയർ ഫീറ്റിന് അടിസ്ഥാനത്തിൽ ചാർജ് ചെയ്തിട്ട് 26 ലക്ഷം രൂപ ഒരു മാസം അധിക വരുമാനം. നേരത്തെ കിട്ടിയിരുന്ന വരുമാനത്തെക്കാൾ ഈ ഒരു ടെൻഡറിലൂടെ അധിക വരുമാനമായി 26 ലക്ഷം രൂപ ഒരു മാസം KSRTC കിട്ടുന്നുണ്ട്. മറ്റൊരു കാര്യം, ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. ഡ്രൈവിംഗ് സ്കൂളിലൂടെ വലിയ ഗുണമാണ്. നല്ല ഡ്രൈവറെ സൃഷ്ടിക്കാൻ കഴിയുന്നു. നല്ല ഡ്രൈവിംഗ് അറിയാവുന്ന ഡ്രൈവറെ സൃഷ്ടിക്കാൻ കഴിയുന്നു. അതോടൊപ്പം അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് ഏതാണ്ട് 3 മാസം മുമ്പുള്ള കണക്ക് ഞാൻ പറയാം. ആ കണക്ക് ഇപ്പോഴത്തെ പ്രസൻറ്റ് കണക്ക് എനിക്കറിയില്ല. 3 മാസം മുമ്പുള്ള കണക്കനുസരിച്ച് 2,87,00,000 രൂപ ആ ഡ്രൈവിംഗ് സ്കൂൾ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞു KSRTC. 22 ഡ്രൈവിംഗ് സ്കൂൾ. കഴിഞ്ഞ ദിവസം ബഹുമാനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ 22ാമത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തു. മറ്റ് MLA മാർ ആവശ്യപ്പെട്ട പ്രകാരം ഇനി 31 ഡ്രൈവിംഗ് സ്കൂളാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. മറ്റ് MLA മാരെല്ലാം സൗകര്യം ഒരുക്കി തരുന്നുണ്ട്. അവരുടെ എല്ലാ മണ്ഡലങ്ങളിൽ 31 ഡ്രൈവിംഗ് സ്കൂളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 22 പൂർത്തിയായി. പിന്നെ അതുകൂടാതെ ഈ ബഡ്ജറ്റ് ടൂറിസത്തിൽ വലിയ വർധനമാണ്. ബഡ്ജറ്റ് ടൂറിസത്തിൽ അത്ഭുതകരമായ വർധനമാണ്. ബഡ്ജറ്റ് ടൂറിസത്തിൽ മാസം കിട്ടിക്കൊണ്ടിരുന്ന 1 കോടി രൂപയായിരുന്നു. 2021, 22, 23 വരെ 1 കോടി 1.25 കോടി വരെ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ മാസം ബഡ്ജറ്റ് ടൂറിസത്തിൽ നമുക്ക് ലഭിച്ചത് 4.5 കോടി രൂപയാണ്. അതിൽ ഏതാണ്ട് ഈ മാസം കിട്ടിയത് 5.5 കോടി രൂപയാണ്. അതായത് കഴിഞ്ഞ ഈ മാസത്തിൽ ഏതാണ്ട് 5.5 കോടി രൂപ കിട്ടി. അതിൽ 65 ലക്ഷം രൂപ ലാഭമാണ് ആ ഒരു മാസം. അപ്പോൾ അങ്ങനെ KSRTC മാറുകയാണ്. അത് മറ്റു വരുമാനങ്ങളിൽ വലിയ വർധനവാണ് KSRTC ഉണ്ടാക്കുന്നത്. ഇനി പരസ്യങ്ങളിലൂടെയും ഒക്കെ. ഇനി ബസ്സിൻ്റെ പുറത്തെ പരസ്യം മാത്രം ഇങ്ങനെ കേസും വഴക്കമായിട്ട് കിടക്കുകയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ അത് വരും. അതുകൂടാതെ അദ്ദേഹം ചോദിച്ച മറ്റൊരു ചോദ്യം കോഴിക്കോട് ബസ് ടെർമിനലിനെ പറ്റിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു വിദഗ്ധ സംഘത്തെ, ബോട്ടണിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിനെ ഒരു ടീമിനെ നമ്മൾ അതിനുവേണ്ടി ഒരുക്കി. PWDയുടെ ഒരു ഈ ബിൽഡിംഗ് സ്ട്രെങ്ത് നോക്കാൻ വേണ്ടി ഒരു ടീമിനെ ചോദിച്ചിട്ട് കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ അവർ പഠനം നടത്തിയതിന് ശേഷം ഇതിൻ്റെ സ്ട്രെങ്ത്, ഞാനത് പോയി കണ്ടതാണ്. അതിൽ സ്ട്രെങ്തിന് കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ഒരു കള്ളത്തരം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതിനകത്ത് സ്ട്രെങ്ത് ഒന്നും കുഴപ്പമില്ല. അതിൻ്റെ വാർത്തിരിക്കുന്നതിലെ തട്ടുകളിൽ ചില വളവൊക്കെ ഉണ്ട്. അപ്പോൾ അത് പൊളിച്ച് വാർത്താൽ മതി. പിന്നെ ചോരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. 2 ബ്ലോക്കായിട്ടാണ് ഈ കെട്ടിടം പണിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ മഴവെള്ളം ഇറങ്ങുകയാണ്. ഈ മഴവെള്ളം ഇങ്ങനെ ഇറങ്ങുന്ന ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വെള്ളം ഇറങ്ങുന്ന കാണുമ്പോൾ ഇത് ചോർച്ചയാണെന്ന് തോന്നുകയാണ്. ആ കെട്ടിടത്തിന് എത്രയും അധികം ഒരു ദിവസം 200-300 ബസ്സുകൾ ഈ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറി ഇറങ്ങുമ്പോൾ ഒരു അനക്കമില്ല. അപ്പോൾ എന്താണ് കുഴപ്പം? എവിടെയാണ് കുഴപ്പം? അപ്പോൾ ആരും അങ്ങനെ പ്രചരിപ്പിച്ചാണെന്നാണ് എൻ്റെ വിശ്വാസം. അതെൻ്റെ വ്യക്തിപരമായ വിശ്വാസമാണ്. ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. ഞാൻ ഉറപ്പിച്ച് പറയുകയല്ല. പക്ഷേ അത് പഠിക്കാൻ വേണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവരെ പഠന റിപ്പോർട്ട് ഉടനെ കിട്ടും. കിട്ടിയാൽ ഉടനെ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി അത് തുറക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തും. അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു കുഴപ്പം ഉള്ളതായിട്ട് എനിക്ക് വ്യക്തിപരമായി തോന്നിയില്ല.